നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, മൈ നെയിം ഈസ് നിസാർ നിലമ്പൂർ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് എങ്ങനെ ഒരു ചെലവ് കുറഞ്ഞ, അതായത് ഏകദേശം ഒരു 10 രൂപ വിലയിൽ നിങ്ങൾക്കൊരു സബ്മർസിബിൾ വാട്ടർ പമ്പ് നിർമ്മിക്കാം. 3 വോൾട്ട് DC സപ്ലൈ കൊടുത്തിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സബ്മർസിബിൾ വാട്ടർ പമ്പ് നിങ്ങൾക്ക് വീട്ടിൽ നിർമ്മിക്കാം. ഈ സയൻസ് പ്രൊജക്റ്റുകളൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു സബ്മർസിബിൾ വാട്ടർ പമ്പാണിത്. ഇതിന് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ ഏകദേശം 150 മുതൽ 200 രൂപ വരെ വിലയുണ്ട്. ഇത് വെറും ഒരു 10 രൂപക്ക് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. ഉപയോഗശൂന്യമായ PVC പൈപ്പ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്കൊരു 10 രൂപക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം. ഒരു 3 വോൾട്ട് DC സപ്ലൈ കൊടുത്താൽ മതിയാവും. ഇത് എങ്ങനെ നിർമ്മിക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. ഒരു 3/4 ഇഞ്ചിൻ്റെ PVC പൈപ്പിൻ്റെ ഒരു ചെറിയ പീസ്, നമ്മുടെ പ്ലംബിങ്ങിന് ഉപയോഗിക്കുന്ന പൈപ്പ്, അതേപോലെ മഷി കഴിഞ്ഞ ഒരു പേന, അതിൻ്റെ റീഫില്ലറും, 10 രൂപയ്ക്ക് നമുക്ക് മാർക്കറ്റിൽ ഇലക്ട്രോണിക്സ് കടകളിൽ കിട്ടുന്ന ഒരു മിനി മോട്ടർ, പിന്നെ അത് കണക്റ്റ് ആക്കി DC സപ്ലൈ കണക്ട് ചെയ്യുന്നതിനുള്ളൊരു വയറും. ഇനി ഈ മോട്ടറിൻ്റെ ഷാഫ്റ്റും മോട്ടറും ഉൾക്കൊള്ളുന്ന ആ വലിപ്പത്തിൽ നമ്മൾ നേരത്തെ എടുത്ത 3/4 ഇഞ്ചിൻ്റെ PVC കട്ട് ചെയ്തെടുക്കണം. അതിൻ്റെ ഹെഡ്ജൊക്കെ അതേപോലെ നമ്മൾ സ്മൂത്താക്കി എടുക്കണം. ഇനി ഒരു 2 ഇഞ്ചിൻ്റെ ഒരു PVCൻ്റെ ഒരു വേസ്റ്റ് പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഇതേപോലെ പൊളിച്ചിട്ട് അതിനെ നിവർത്തിയെടുക്കണം. നിവർത്തിയെടുക്കുന്നതിനാണ് നമ്മൾ ഒന്ന് ചൂടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അതിനെ നിവർത്തിയെടുക്കാൻ പറ്റും. എന്നിട്ട് അതിൽ നിന്നാണ് നമ്മൾ ഈ പീസ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഈ PVCയുടെ 3/4 ഇഞ്ചിൻ്റെ PVCയുടെ എൻഡിൽ കൊടുക്കുന്നതിന്, ഒട്ടിച്ച് വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പീസുകൾ ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി നിങ്ങൾക്ക് ഈ 2 ഇഞ്ച് PVC പൈപ്പിൻ്റെ പീസ് ഇല്ലെങ്കിലും വേറെ എന്തെങ്കിലും പ്ലാസ്റ്റിക്കിൻ്റെ ഫൈബറിൻ്റെ കട്ടിയുള്ള എന്തെങ്കിലും ഉണ്ടായാൽ മതിയാവും. ഇനി ഇത് ഒരു പേനാക്കത്തി ഉപയോഗിച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. പക്ഷേ പേനാക്കത്തി ഉപയോഗിച്ച് കട്ട് ചെയ്യാൻ ഭയങ്കര പ്രയാസമായതുകൊണ്ട് ആ ശ്രമം ഉപേക്ഷിച്ചു. പിന്നെ ഒരു 3/4 ഇഞ്ചിൻ്റെ ഒരു ഇരുമ്പിൻ്റെ ഒരു പൈപ്പ് എടുത്തിട്ട്, ഇതേ സെയിം അളവുള്ള ഒരു പൈപ്പ് എടുത്തിട്ട് അത് ചൂടാക്കിയിട്ട് ഗ്യാസിൽ വെച്ച് അത് ചൂടാക്കിയതിന് ശേഷം ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലത്തെ റൗണ്ടിലുള്ള പീസ് ലഭിക്കും. അത് നമ്മളൊരു അര ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഹെഡ്ജുകളൊക്കെ സ്മൂത്താക്കി എടുക്കണം. ഇനി സാൻഡ് പേപ്പർ ഇട്ട് ഉരസിയാലും മതിയാവും. ഇത് 2 പീസ് എന്നുള്ള ഹെഡ്ജിൽ വെക്കാൻ കറക്റ്റ് സെയിം അളവിലെടുത്ത്, പിന്നെ ഒരു പീസ് നമ്മളൊന്ന് ഉരസി ചെറുതാക്കിയിട്ട് അതിൻ്റെ അകത്തൂടെ കയറി പോകുന്ന രീതിയിൽ എടുക്കണം. ഇതിലാണ് നമ്മൾ നമ്മുടെ ഇമ്പുലർ ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നെ ഒരു പീസ് 2 പീസ് അതിൽ കറക്റ്റ് ഷൂട്ടാകുന്ന രീതിയിലും നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ആ ഒരു റൗണ്ട് പീസിൻ്റെ മധ്യഭാഗത്തിൽ ഇതുപോലെ ഹോളിട്ടിട്ട് നമ്മുടെ മോട്ടറിൻ്റെ ആ ബയറിങ്ങിൻ്റെ ആ സ്ഥലത്ത് സെൻറ്ററിൽ കറക്റ്റ് ആകുന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ട് മോട്ടർ ഇതിലേക്ക് നമുക്ക് ഇറക്കി വെക്കാം. ഇനി ഇത് നമ്മളിപ്പോൾ ഒട്ടിച്ചിട്ടില്ല, പശയാക്കി ഒട്ടിച്ചിട്ടില്ല. ഇനി ഒരു ഫ്ലെക്സ് ക്യൂക്ക് എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നമ്മൾ മോട്ടറിൽ കുറച്ച് പശയാക്കിയതിന് ശേഷം ഈ പീസ് വെച്ച് ഇതിൽ ഒട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പൈപ്പിനുള്ളിൽ വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ മോട്ടറിൻ്റെ ആ ഭാഗത്തേക്ക് നമുക്ക് വെള്ളം കയറാതെ നോക്കാം. ഇത് വെള്ളത്തിലിടുന്നതായതുകൊണ്ട് മോട്ടറിൽ ഒട്ടും വെള്ളം കയറാൻ പാടില്ല. വെള്ളം കയറി കഴിഞ്ഞാൽ ഇത് കംപ്ലൈൻ്റ് ആയി പോകും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ ഒരു പീസിൽ ഇമ്പുലർ സെറ്റ് ചെയ്യണം. ഈ അകത്തൂടെ കയറി പോകുന്ന പീസിലാണ് നമ്മൾ ഇത് കറങ്ങുന്നതാണ്. അപ്പോൾ സൈഡിൽ തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇമ്പുലർ ഇതിൻ്റെ മധ്യഭാഗത്തും ഇതുപോലെ നമ്മൾ ഹോൾസ് ഇടുക. ഒരു റീഫില്ലർ കടന്നു പോകുന്ന അത്ര വലുപ്പത്തിലുള്ള ഒരു ഹോൾസാണ് ഇടേണ്ടത്. നമ്മുടെ പേന എടുത്തിട്ട് പേനൻ്റെ അകത്തുള്ള ഫില്ലർ എടുത്തിട്ട് ആ ഫില്ലർ ഇതേപോലെ ഷാഫ്റ്റിൽ കറക്റ്റായിട്ട് ഷൂട്ടാവും. അപ്പോൾ ആ ഷാഫ്റ്റിൻ്റെ അതേ അളവിൽ നമ്മളൊരു ചെറിയ പീസ് കട്ട് ചെയ്തെടുക്കണം. ഈ ചെറിയ പീസ് നമ്മൾ നേരത്തെ എടുത്ത ആ PVC പൈപ്പിൻ്റെ അകത്തിൽ ഇതുപോലെ കടത്തി വെക്കുക. ഇനി മോട്ടറിൽ കണക്ട് ചെയ്യുക. ഇനി ഇതിലാണ് നമ്മൾ ആ ചെറിയ ചെറിയ പീസുകൾ കട്ട് ചെയ്ത് ഒട്ടിച്ച് വെക്കേണ്ടത്. ഇമ്പുലർ വെള്ളം തള്ളി എടുക്കാമെന്നുള്ള ചെറിയ പീസുകൾ. അതിനായിട്ട് നമ്മൾ ഈ ചെറിയ 1/2 ഇഞ്ചിൻ്റെ PVCൻ്റെ ഒരു കഷ്ണം വീണ്ടും ചെറിയൊരു കഷ്ണം കട്ട് ചെയ്തെടുത്തതിന് ശേഷം അത് ചൂടാക്കി അതിനെ നിവർത്തിയിട്ട് ചെറിയ ചെറിയ പീസുകൾ ഇതിൽ നിന്നാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഈ ഒരു രീതി ഉപയോഗിച്ച് നിങ്ങൾക്ക് എത്ര വലിയ പവർ കൂടിയ 12 വോൾട്ടിൻ്റെ മോട്ടറുകളും ഒക്കെ ഇതേപോലെ സബ്മർസിബിൾ വാട്ടർ പമ്പ് ആക്കിയെടുക്കാൻ സാധിക്കും.
ഇനി കട്ട് ചെയ്തെടുത്ത ചെറിയ പീസുകൾ നമ്മൾ ഇതിൽ ഒട്ടിച്ചു കൊടുക്കണം. ഒട്ടിച്ചു കൊടുക്കുന്നത് അത് തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ഒരു മാർക്കർ ഉപയോഗിച്ച് അതിന് അടയാളപ്പെടുത്തുന്നുണ്ട്. ഏകദേശം 5 പീസ് മതിയാവും റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ 5 പീസും നമ്മൾ ഇതിൽ സ്റ്റാർ ബോണ്ട് അല്ലെങ്കിൽ ഫ്ലെക്സ് ക്യൂക്ക് എന്തെങ്കിലും ഉപയോഗിച്ച് പശ എന്തെങ്കിലും ഉപയോഗിച്ച് ഇതേപോലെ പിടിപ്പിക്കണം. ഇപ്പോൾ ശരിക്കും ഇമ്പുലർ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇനി ഇതിൽ കുറച്ചുകൂടി പശ ഇട്ടിട്ട് ഇത് തെറിച്ച് പോകാത്ത രീതിയിൽ നമ്മൾ ഒന്നുകൂടി ഫിക്സ് ചെയ്യണം അതിന്. ഇപ്പോൾ പശയൊക്കെ നല്ല ഉണങ്ങി നല്ല സെറ്റായിട്ടുണ്ട്. ഇനി മോട്ടറിലേക്ക് സപ്ലൈ കൊടുക്കാനുള്ള വയർ എടുത്തിട്ട് നമുക്ക് മോട്ടറിൻ്റെ പ്ലസും മൈനസും ചെക്ക് ചെയ്തതിന് ശേഷം അതിൽ നമുക്ക് കൊടുക്കാം. ഈ മോട്ടറിൻ്റെ പ്ലസും മൈനസും തിരിഞ്ഞു പോയാലും പ്രശ്നമില്ല, പക്ഷേ അത് റൊട്ടേഷൻ തിരിഞ്ഞു പോകും. അപ്പോൾ നിങ്ങൾ ആദ്യം സപ്ലൈ കൊടുത്ത് ചെക്ക് ചെയ്യണം ഏത് ഭാഗത്തേക്കാണ് കറങ്ങേണ്ടത് എന്ന്. ക്ലോക്ക് വൈസിൽ കറങ്ങുന്നതാണ് നല്ലത്. ക്ലോക്ക് വൈസിലാണ് നമ്മൾ ഇതിൻ്റെ ഇമ്പുലർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ക്ലോക്ക് വൈസിൽ കറങ്ങുന്ന രീതിയിലേക്ക് അത് മാറ്റിയെടുത്തിട്ട് സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക. അപ്പോൾ ബാറ്ററി ഒരു 3 വോൾട്ട് ബാറ്ററി സപ്ലൈ കൊടുക്കുന്ന സമയത്ത് ഇത് കറങ്ങുന്നതാണ്. ഇനി നമ്മൾ നേരത്തെ എടുത്ത ഫില്ലർ എടുത്ത ആ പേനയുടെ ഒരു ഭാഗം നമ്മൾ ഇതേപോലെ ചെരിച്ച് കട്ട് ചെയ്തെടുക്കണം. അതിൻ്റെ ഹെഡ്ജും ഇതേപോലെ ക്ലീൻ ചെയ്ത് ഒന്ന് സ്മൂത്താക്കി എടുത്തതിന് ശേഷം നമ്മളെ 1/4 ഇഞ്ചിൻ്റെ PVC-യിൽ ഒരു ഹോൾ ഇട്ട് കൊടുക്കണം. ഇതേപോലെ വെച്ചിട്ട് 1/4 ഇഞ്ചിൻ്റെ PVC-യിലേക്ക്, അതായത് ഇത് വെള്ളം പുറത്തേക്ക് എടുക്കുന്നതിനുള്ള ഹോൾ. സോൾഡറിങ് ആണ് ഉണ്ടെങ്കിൽ സോൾഡറിങ് ആണ് ചൂടാക്കിയിട്ട് ഇങ്ങനെ വെച്ചാലും മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും മാർഗ്ഗം ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഒരു ഹോൾ കുത്തിയെടുക്കാം. അതിൻ്റെ സൈഡും ഇതേപോലെ കത്തിയോ ബ്ലേഡ് എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നമ്മൾ ഹെഡ്ജ് സ്മൂത്താക്കി എടുക്കണം, അല്ലെങ്കിൽ ലീക്ക് വരാൻ സാധ്യതയുണ്ട്. ഇതേപോലെ ഒട്ടിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും ഫ്ലെക്സ് ക്യൂക്ക് വെക്കുന്നു. അതുപോലെ നിങ്ങളുടെ കയ്യിൽ സിമെൻറ്റിൻ്റെ പൊടി ഉണ്ടെങ്കിൽ, സിമെൻറ്റ് കയ്യിലുണ്ടെങ്കിൽ ഒരു ശകലം സിമെൻറ്റ് എടുത്തിട്ട് ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ അതിൽ ഫ്ലെക്സ് ക്യൂക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ലീക്കില്ലാതെ നല്ല സെറ്റായിട്ടിരിക്കും. ഇനി നമ്മൾ ഇപ്പോൾ മോട്ടർ അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഇറക്കി വെച്ചു. ഇനി ബാക്ക് ഭാഗം അടച്ചിട്ടില്ല. ഇനി അകത്ത് നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും ഫ്ലെക്സ് ക്യൂക്ക് അകത്ത് കുറച്ച് ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇനിയിപ്പോൾ അകത്തേക്ക് വെള്ളം കയറാനുള്ള ഒരു സാധ്യതയില്ല. മോട്ടറിൻ്റെ അകത്തേക്ക് വെള്ളം കയറാനുള്ള ഒരു സാധ്യതയില്ല. ബാക്ക് ഭാഗം കൂടി അടച്ചു കഴിഞ്ഞാൽ പണി ഏകദേശം കംപ്ലീറ്റ് ആവും. ഇനി നമ്മളെ കയ്യിലുള്ള നമ്മൾ നേരത്തെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഈ ഇമ്പലർ അതിലേക്ക് ഇറക്കി വെക്കണം. അതും ജസ്റ്റ് ആ റീഫില്ലറിൻ്റെ ഭാഗം വരുന്ന ഭാഗത്ത് ജസ്റ്റ് കുറച്ച് ഫ്ലെക്സ് ക്യൂക്ക് ഒട്ടിച്ച് കൊടുത്താൽ അത് തെന്നിപ്പോകാതെ നിൽക്കും. ഇനി സപ്ലൈ കൊടുത്തിട്ട് നമ്മളൊന്നുകൂടി ചെക്ക് ചെയ്യണം. നല്ല വർക്കിംഗ് ആണ്, നല്ല ഫാസ്റ്റായിട്ട് കറങ്ങുന്നുണ്ട്. 3 വോൾട്ടിൻ്റെ ഒരു ബാറ്ററിയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഇനി ഈ സപ്ലൈ കൊടുക്കുന്ന വയറിനെ പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ 1/4 ഇഞ്ച് PVC-യിൽ ചെറിയൊരു ഹോൾ ഇട്ടതിന് ശേഷം വയർ ഇതേപോലെ പുറത്തേക്ക് വലിച്ചെടുക്കണം. ഹോളിടുമ്പോൾ ശ്രദ്ധിക്കണം, ചെറിയ ഹോൾ ഇട്ടിട്ട് നമ്മൾ ടൈറ്റ് ചെയ്ത് വലിച്ചെടുക്കുന്നതാണ് നല്ലത്. കുറച്ച് വലുപ്പം കൂടിക്കഴിഞ്ഞാൽ അതിലൂടെ വെള്ളം അകത്ത് പോകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ കുറച്ച് ഫ്ലെക്സ് ക്യൂക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ഇത് ഒട്ടിപ്പിടിക്കും. ഇനി ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് നമ്മൾ ഇമ്പുലർ വെച്ചതിന് ശേഷം ഫ്രണ്ട് ഭാഗത്ത് ഒരു നേരത്തെ നമ്മൾ കട്ട് ചെയ്തെടുത്ത റൗണ്ടിൽ കട്ട് ചെയ്തെടുത്ത PVC-യിൽ ഒരു ഹോൾ ഇട്ടിട്ട് അത്യാവശ്യം കുറച്ച് വലിപ്പമുള്ള ഒരു ഹോൾ ഇട്ടിട്ട് ഇത് അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മോട്ടറിൻ്റെ പണി കംപ്ലീറ്റ് ആയിട്ടിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇമ്പുലർ കറങ്ങുന്നത് കാണാം, എയർ വരുന്നത് കാണാം. ഇനി നമുക്കിത് ടെസ്റ്റ് ചെയ്യണം. അതിന് മുമ്പായിട്ട് ജസ്റ്റ് ഇതിനൊരു പെയിൻ്റ് അടിക്കുന്നുണ്ട്. ഈ ചെറിയ മോട്ടറിന് പകരം പവർ കൂടിയ 12 വോൾട്ടിൻ്റെ വലിയ മോട്ടർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ PVC-യിൽ ഇതുപോലത്തെ വലുത് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ഇത് ടെസ്റ്റ് ചെയ്യണം. ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ വാട്ടർ ലെവൽ നോക്കുന്ന പൈപ്പിൻ്റെ ഒരു ഏകദേശം ഒരു 1.5 അടിയോളം വലിപ്പമുള്ള ഒരു പീസാണ് എടുത്തിട്ടുള്ളത്. 1.5 അടി ഹൈറ്റിൽ ഇത് വെള്ളം തള്ളുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ടെസ്റ്റ് ചെയ്യാം നമുക്ക്.
മോട്ടർ കേട്ടു